ഒരു ദർശനമായിട്ടാണ് കണ്ടിരുന്നെങ്കിൽ ഭാരതീയർ അതിനെ സമസ്ത ജീവജാലങ്ങളെയും അതിനപ്പുറത്തേക്ക് ചരാചരങ്ങളെയും, ജീവജാലങ്ങൾക്കപ്പുറമുള്ള ചരാചരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മാനവികത എന്ന് തന്നെ പറയാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക്, ഒരു ആത്മീയമായ തലമാണ് അതിന് ഭാരതത്തിൽ ഉണ്ടായി. ഭക്തിപ്രസ്ഥാനം നമ്മൾ ശരിയായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചക്ഷുശ്രവണ ഗ്ലസ്തമാം കർപ്പൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോചചേതസ ഭോഗങ്ങൾ കേൾക്കുന്നു. അപ്പൊ ഭോഗാധിഷ്ഠിതമായിട്ടുള്ള പാശ്ചാത്യ ഹ്യൂമനിസത്തെ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഹ്യൂമനിസമായിട്ട് വളർത്തിയെടുക്കും. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഹെഗൽ കൊണ്ടുവന്ന വൈരുദ്ധ്യാധിഷ്ഠിതവാദത്തെ, ആത്മീയമായ വൈരുദ്ധ്യാധിഷ്ഠിതവാദത്തെ മാർക്സ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമായി കണ്ടു. അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിതമായ ഭൗതികവാദത്തെ ആത്മനിഷ്ഠമായിട്ടുള്ള വൈരുദ്ധ്യാധിഷ്ഠിതവാദമായിട്ട് കാണുന്നത് കൂടുതൽ പറയാം. അങ്ങനെ കാണുന്നത് പോലെയാണ് ഭാരതീയർ ഈ മനുഷ്യമഹത്വവാദത്തെ കുറെ കൂടി ചരാചരനിഷ്ഠമായിട്ടുള്ള ഒരു മഹത്വബോധമായി ജീവിതോപ്പുറത്തേക്ക്, ഹിമാലയത്തെ സംരക്ഷിക്കുക, നദികളെ സംരക്ഷിക്കുക, മണ്ണ് സംരക്ഷിക്കുക, ചെടികളെ സംരക്ഷിക്കുക, ആകാശത്തെ പോലും സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലേക്കുള്ള ഒരു പ്രപഞ്ച സംരക്ഷണ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാണ് നമ്മുടെ മായ. അതാണ് ഗുരു സ്വീകരിച്ച. ഇതിലേക്ക് അദ്ദേഹം വന്നു എന്നതാണ് ഒരു വ്യത്യാസം. പിന്നെ വ്യത്യാസങ്ങൾ നിരവധി വ്യത്യാസം പറയാം. വേറൊരു വ്യത്യാസം വേണമെങ്കിൽ പറയാം. ശങ്കരാചാര്യർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മസൂത്രം, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ഇത് മൂന്നിനെയും കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അദ്വൈതത്തെ ഒരു സിദ്ധാന്തമായിട്ട് വളർത്തിയെടുത്തതെന്നുണ്ടെങ്കിൽ, ഈ ബ്രഹ്മസൂത്രത്തെയോ ഭഗവത്ഗീതയെയോ അവഗണിക്കുന്നില്ല എങ്കിലും, ഒന്നിനെ അവഗണിക്കുന്നില്ല, അതിനെ അവഗണിക്കുന്നില്ല എങ്കിലും ഉപനിഷത്തുകളെ മുഖ്യമായി സ്വീകരിച്ചുകൊണ്ടാണ് ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ അദ്വൈതം സൃഷ്ടിച്ചത്. അത് എവിടെ ഉദാഹരിച്ചാലും ഈശോവാസ്യം ഉൾപ്പെടെയുള്ള ഉപനിഷത്തുകളെ മുൻനിർത്തിയാണ് അദ്ദേഹം അദ്വൈതത്തെ. കാരണം അദ്വൈതം എന്ന് പറഞ്ഞ സിദ്ധാന്തം ആദ്യം സ്വരൂപിതമാകുന്നത് ഉപനിഷത്തുകളിലാണ്. വേദങ്ങളുടെ ഏറ്റവും അവസാനമായി ഉപസംഹാര തലത്തിലേക്കുള്ള ഒരു ദാർശനിക തലമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ശിഷ്യന്മാരെ അടുത്തിരുത്തി ഗുരു അവരോട് ഉപദേശിച്ചു കൊടുക്കുന്ന ദാർശനികമായ കാര്യങ്ങളാണ്. ഇത് വളരെ പണ്ട് മുതൽ തന്നെ ഭാരതത്തിലുണ്ടായിരുന്നു. അത് വളരെ ശുദ്ധമായിട്ടുള്ള അദ്വൈതമാണ്. ആ ശുദ്ധമായിട്ടുള്ള ഒരു അദ്വൈതമാണ്, ഉപനിഷത്തുകമായിട്ടുള്ള അദ്വൈതമാണ് ഗുരു സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. വ്യത്യാസം. അതുമാത്രമല്ല, അദ്വൈതം പോലെയുള്ള സിദ്ധാന്തങ്ങൾക്കകത്ത് മറ്റ് സിദ്ധാന്തങ്ങളിൽ, ഈ ഷഡ് സിദ്ധാന്തങ്ങളിലോ അല്ലെങ്കിൽ ജൈനമതത്തിലും ബുദ്ധമതത്തിലും പോലും മനുസ്മൃതി പോലെയുള്ള സ്മൃതികൾ പലതരത്തിൽ കടന്നു കയറി അതിനെ മലിനമാക്കിയില്ല. ചാതുർവർണ്ണ്യം അയാസൃഷ്ടം എന്ന് പോലും കൃഷ്ണനെ കൊണ്ട് പറയിക്കുന്നതിൽ ഈ സ്മൃതികൾക്ക് വലിയ പങ്കുണ്ട്. അത് കൃഷ്ണൻ പറഞ്ഞല്ല, പിന്നീട് ചേർത്താം മറ്റുള്ളൂ. അങ്ങനെ ഇതുപോലെയുള്ള നമ്മുടെ വിശിഷ്ടമായ ദാർശനിക ചിന്തകളിൽ, കൃതികളിൽ മനുസ്മൃതി പോലെ, പ്രധാനമായ മനുസ്മൃതി ആണെങ്കിൽ മനുസ്മൃതി മാത്രം പറയുന്നു, മനുസ്മൃതി പോലെയുള്ള കൃതികൾ ഇങ്ങനെ കടന്നു കയറിയിട്ട് അവർ പല തത്വങ്ങളുണ്ടായിരുന്നു. സ്ത്രീനാ സ്വാതന്ത്ര്യം, മർക്കതി തുടങ്ങിയ പിതൃരക്ഷതി, തുമനെ പതുരക്ഷതി, പുത്രരക്ഷതി, സ്ത്രീനാ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ എഴുതിയിട്ടുള്ളതാണ്, നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതും കൂടി ഇതിനകത്തോട് സമന്വയിപ്പിച്ചിട്ട് പിൽക്കാലത്ത് ജാതി വർണ്ണ മേധാവികൾ പലതരത്തിലുള്ള ശ്ലോകങ്ങൾ എഴുതി ഇതിനകത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. മഹാഭാരതം എന്ന് പറയുന്നത് 1,20,000 ശ്ലോകങ്ങളുള്ളത് ആദ്യം ഒരു 40,000 ശ്ലോകം ഉണ്ടായിരുന്നുള്ളൂ. അത് അതിന് കുറവായിരുന്നു. രാമായണം 6,000 ശ്ലോകം ഉണ്ടായിരുന്നു. പിന്നെ 25,000 ശ്ലോകമായി പറയുന്നത് പിൽക്കാലത്ത് പ്രക്ഷബ്ദങ്ങളാണ് എന്ന് പറയുന്നുണ്ട്.
കുറെ തെളിവുകൾ തരുന്നുണ്ടാണ്. രാമാനുജപുരയുടെ അവരുടെ ഗവേഷണം എന്ന് പറയുന്നതാണ്. അദ്ദേഹം 300 രാമായണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് മനുസ്മൃതി പോലെയുള്ള കൃതികൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ള ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്തു. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗുരുദേവന്റെ കൃതികൾ ഇപ്പൊ ദൈവദശകം തന്നെ എടുക്കുക. ദൈവദശകം തുടങ്ങുന്നത് എന്താണ്? ദൈവമേ കാത്തുകൊള്ളാം എന്ന് പറഞ്ഞു കൈവിടാതെ. അവിടെ ദൈവം എന്നൊറ്റ വാക്ക് ഉപയോഗിക്കുന്നു. ഈ ദൈവം എന്ന് പറയുന്ന വാക്ക് ഹിന്ദു മതത്തിൻ്റെതല്ല, ക്രിസ്തു മതത്തിൻ്റെതല്ല, ജൈന മതത്തിൻ്റെതല്ല, അത് ഇസ്ലാം മതത്തിൻ്റെയോ ക്രിസ്തു മതത്തിൻ്റെയോ എല്ലാ മതങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ആ ദൈവമേ എന്നൊറ്റ. അതിനകത്ത് എല്ലാം പ്രവർത്തിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങളെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. വർഗവർഗക്കാരെയും വൈബന്മാരെയും മഞ്ഞ തെളിവുള്ള ഇനക്കാരെയും ഇന്ത്യക്കാരെയും വർഗമുള്ള ഇന്ത്യക്കാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഒരു പൊതു ദൈവം. ആ ദൈവത്തെ കുറിച്ച് പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആത്മീയ സംസ്കൃതി നമ്മുടെ ആത്മീയ സംസ്കൃതി എന്ന് പറയുന്നത് വരും. അമ്പലങ്ങൾ വരും, ദൈവപ്രതിഷ്ഠകൾ വരും, പള്ളികൾ വരും, പുരോഹിതന്മാർ വരും, മന്ത്രങ്ങൾ വരും, തന്ത്രസമിതികൾ വരും, എല്ലാം ബൈബിൾ വരും, ഖുർആൻ വരും. ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ആത്മീയ സംസ്കൃതി. ഈ ആത്മീയ സംസ്കൃതിയെ ദൈവം എന്ന ഒറ്റ വാക്കിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഗുരുദേവൻ നടത്തിയ ഏറ്റവും വലിയ വിപ്ലവം. ഈ ദൈവമേ ഒറ്റ വിളിയിൽ വലിയൊരു വിപ്ലവം ഗുരുദേവൻ പറ്റി. ഇതിനെല്ലാം കൂടെ ഒറ്റ പദത്തിനകത്ത് കൊണ്ടുവരുവാൻ ഗുരുവിന് സാധിച്ചു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കടമ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മോശം നൽകുക എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഈ നരക ഭാരതീയിൽ നിന്ന് എന്നെ കയറിയിട്ടിടണമെന്നൊക്കെയാണ് അമ്മമാരും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മോശം നൽകുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഭൗതിക ആവശ്യങ്ങൾ, ഭൗതിക സുഖവും തരേണ്ടവന്മാരാണ് ഈ ദൈവമാണ്. അപ്പൊ ദൈവത്തിന് ആത്മീയമായ ചുമതല മാത്രമല്ല, ഭൗതികമായ ഉത്തരവാദിത്വങ്ങളും ഗുരുദേവം. അതാണ് രണ്ടാമത്. ഒന്നാമത് രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ചുമതല കൊടുത്തു. അന്യവസ്ത്രാണി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്യവസ്ത്രാണി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന്. ഇവിടെ ഒന്ന് എന്നുള്ള വാക്ക് വളരെയധികം പ്രാർത്ഥന. നീ ഒന്ന്, നീ മാത്രമേ തമ്പുരാനായിട്ടുള്ളൂ. വേറെ തമ്പുരാക്കാൻ ഡ്യൂപ്ലിക്കേറ്റാണ്. ഒരു തമ്പുരാക്കന്മാർ അന്ന് തമ്പുരാക്കന്മാരുടെ കാര്യമാണ്. അപ്പോൾ ഒരു പറ്റം തമ്പുരാക്കന്മാരെ റദ്ദീതാണ്. ഒറ്റ വാക്ക് റദ്ദി. അവരത് തമ്പുരാക്കന്മാരല്ല, അതൊക്കെ മനുഷ്യർ, നമ്മളെ പോലുള്ള മനുഷ്യരാണ് എന്നൊറ്റ വാക്ക് വിപ്ലവാത്മകമായ ഗുരുദേവന്റെ കൃതികൾ നമ്മൾ വായിക്കുമ്പോൾ, ആ കൃതികളുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ അതിനകത്ത് ദാർശനിക തലം മാത്രമല്ല, അതിനുള്ളിൽ തന്നെ അതിശക്തമായ ഭൗതിക ആവശ്യങ്ങളും ഭൗതിക ലോകത്ത് നിലനിൽക്കുന്ന അനീതികളും അതിക്രമങ്ങളും ശക്തമായി ചോദ്യം ചെയ്യുന്നു. നിശബ്ദമായി. ആ നിശബ്ദതയ്ക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അദ്ദേഹം വാളെടുത്തില്ല, കുടുംബത്തില്ല, തമ്പുരാക്കന്മാരുടെ വിദ്യത്തിന് മുമ്പ് പോയി സെല്ലഗിരി എഴുതിയില്ല, അവരെ ഒരു തെളിവ് വിളിച്ചില്ല. പക്ഷെ നിങ്ങളൊന്നും തമ്പുരാക്കന്മാരല്ല എന്ന് അവരെ കൊണ്ട് തന്നെ ദൈവദേശം ശ്രദ്ധിച്ച് ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്നിട്ട് അവസാനം അദ്ദേഹം എന്ന് പറയുന്നത് ആ 10ാമത്തെ ഭാഗം വരുമ്പോൾ, ആഴമേറും നിൻ മനസ്സാം ആഴിയിൽ ഞങ്ങൾ ആകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. അപ്പൊ നമ്മുടെ ദൈവമേ സുഖം എന്ന് ചില ആളുകൾ തന്നെ പറയാറുണ്ട്. ദൈവമേ ആരോഗ്യവും സുഖത്തിൽ അവസാനം, ദൈവമേ സുഖം. നമ്മൾ ഈ സുഖം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. എന്താണ് ഈ സുഖം എന്ന് പറയുന്നത്? പക്ഷെ എന്താണ് സുഖം എന്ന് പറയുന്നത്? കേൾക്കുമ്പോൾ നമുക്കത് വലിയ സംശയം. എന്താ സുഖം എന്ന് പറഞ്ഞാൽ
ആഴമേറും നിൻ മഹസാഴിയിൽ. ദൈവത്തോട് പറയുന്നത്, ദൈവത്തെ പറയുന്നത്, ദൈവമേ ആഴമേറും നിൻ മഹസ്സത്തിന്റെ പ്രകാശം, ആഴമേറിയ നിന്റെ പ്രകാശമാവുന്ന ആഴിയിൽ. ഇങ്ങനെ ഒരു സങ്കല്പം CV രാമപിള്ളയെ പോലെ സൃഷ്ടിക്കാൻ കഴിയില്ല. വലിയ നോവലിസ്റ്റ് അദ്ദേഹത്തിന്റെ സങ്കല്പങ്ങളെ കുറിച്ച് പറയാൻ വലിയ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച ആളാണ്. ആ അദ്ദേഹത്തെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. കുമാരനാശാനെ പോലുള്ള പക്ഷേ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. എന്താണ്? പ്രകാശം കൊണ്ടൊരു കടൽ. പ്രകാശം കൊണ്ടൊരു കടൽ എന്ന മലയാളത്തിൽ ഒറ്റ കവി പോലും ഇത്രയും കാലമായിട്ടും ഒരു ബിംബകൽപ്പന നടത്തിയിട്ടില്ല. പ്രകാശം കൊണ്ടൊരു കടൽ. നമ്മൾ കടൽ കാണുന്നുണ്ട്. ഈ കടൽ പ്രകാശം കൊണ്ടായിരുന്നാൽ എങ്ങനെയാണ് ചിന്തിച്ചു നോക്കും. വെള്ളത്തിൽ പോയ പ്രകാശം അത് വളരെ ആഴമേറിയതാണ്. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം. ആ അറിവിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ ആഴണം. ആഴണം മാത്രം പോലെ അവിടെ വാഴണം. അങ്ങനെ വാഴണം മാത്രം പോലെ നിത്യവും വാഴണം. നിത്യവും വാഴണം മാത്രം പോലെ വാഴണം. വാഴണം സുഖസുഖമായിട്ട് വാഴണം. വളരെ സൂക്ഷിച്ചു വാഴണം. ആഴിയിൽ ഞങ്ങൾ ആകവേ, ഇവിടെയാണ് ഞങ്ങൾ ആകവേ എന്ന് പറയുന്നിടത്താണ് ഗുരുവും മറ്റ് സന്യാസിമാരും തമ്മിലുള്ള വ്യത്യാസം. മറ്റ് സന്യാസിമാരും പറയും ഞാൻ ആഴണേ, എന്നെ അങ്ങ് എടുക്കണേ എന്നേ പറയും. ഗുരു പറയുന്നത് എന്നെ അങ്ങ് എടുക്കണേ, ഞാൻ ആഴണേ എന്നല്ല, ഞങ്ങൾ ആകവേ ആഴണം. എന്നെ ഞാനും എൻ്റെ സഹോദരങ്ങളും, ഞാനും എൻ്റെ ആത്മസഹോദരങ്ങളും ആകവേ ആഴണം എന്ന് പറയുന്ന അപര പരിഗണന ഇവിടെയാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. രണ്ട് വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന് സാഹോദര്യം എന്ന സങ്കല്പം. ആ സാഹോദര്യം എന്ന സങ്കല്പത്തെ അദ്ദേഹം എങ്ങനെ വികസിപ്പിച്ചു? വിശ്വസാഹോദര്യം എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ അതിനും അപ്പുറത്തേക്ക് പോയി. ആത്മസാഹോദര്യം, ആത്മസാഹോദര്യം എന്ന വാക്ക്. ഈ ആത്മസാഹോദര്യം എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും രക്ഷപ്പെടത്തില്ല. കാരണം ഞാൻ ഈ നിൽക്കുന്ന എല്ലാ സത്തയോടും കൂടി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ഇരുന്ന് എങ്ങനെയെങ്കിലും കുറിച്ച് നോക്കിയാൽ നിങ്ങൾ ഞാൻ തന്നെയാണ്. നീ ഞാൻ തന്നെയാണ്, ഞാൻ നീ തന്നെയാണ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അതിന് ആത്മസാഹോദര്യം എന്ന് പറയും. അത് മനുഷ്യൻ മാത്രമല്ല, ഒരു പട്ടിയാകാം, പൂച്ചയാകാം, എന്തുമാകാം. പക്ഷെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടോ? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ ഈ തത്വശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് ബസ്സിൽ കയറി സീറ്റിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് എത്തുന്നവരെ എൻ്റെ ഈ സീറ്റിൽ മേലോട്ടൊന്നും ഇരിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അറിയാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭാഗ്യം അവിടെ വരുന്നത് ഞാൻ ദിവസമായിട്ട് ഒരു വീട്ടിൽ വായിച്ച് ഇരിക്കരുത്, എൻ്റെ അടുത്തായിട്ട് ഇരിക്കരുത്. അതും കഴിഞ്ഞ ഒരു ആഗ്രഹം നമുക്ക് വരും. ഈ പണിയിൽ എന്തൊരു ഹൃദയമാണ്. അപ്പൊ നമ്മൾ എത്ര തത്വശാസ്ത്രം പഠിച്ചാലും ഏതെല്ലാം കാര്യങ്ങൾ പഠിച്ചാലും ദുർവാസാവ് ഒരു മഹർഷിയാണ്. ദുർവാസാവ് എന്ന മഹർഷി ആശ്രമത്തിൽ കണ്വാശ്രമത്തിലേക്ക് കയറി വന്നിട്ട് ഒരു പെൺകുട്ടി, പാവപ്പെട്ട പെൺകുട്ടി, ഇവിടെ ദുഃഖം അർത്ഥം പറ്റാത്ത ദുഃഖത്തെ ഇവിടുത്തെ വന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ജ്ഞാനം കണ്ടുകൊണ്ട് ഇവിടെ ചിന്തിക്കുകയാണെന്ന് മനസ്സിലായി. പെൺകുട്ടിയോട് ചിന്തിക്കുകയാണെന്ന് മനസ്സിലായി. എന്നിട്ട് അവരോട് ചാവുന്നതാണ്, നീ ആരെയാണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നെ ബഹുമാനിക്കാതിരിക്കുന്നത് അവൻ നിന്നെ മറന്നുകൊണ്ടേ. എന്തോ ശാപം ആ സന്യാസി നടത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ ദുർവാസാവെന്ന് വിളിച്ചാൽ പോലെ വേറെ എന്തെങ്കിലും കൈവിട്ട്. അപ്പൊ അങ്ങനെയുള്ള സന്യാസിമാരുടെ ഈ കാലഘട്ടത്തിലാണ് തത്വശാസ്ത്രങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത് പഠിക്കുമ്പോൾ ചെയ്യേണ്ടത് ആത്മസഹോദരം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗർഭിണി ബസ്സിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അവിടെ ഇരട്ടയ്ക്ക് നിൽക്കുന്നു. അപ്പോൾ ഇരട്ടയ്ക്ക് നിൽക്കുന്ന ആളിന് ഒരു ഒറ്റ സീറ്റ് കൊടുക്കണം എന്നൊരു ബോധം നമുക്ക് ഉണ്ടാകണം. അതാണ് ഒരു ഉറുമ്പിന് പോലും പീഡ ഉണ്ടാകരുത് എന്ന് ഒരു ഭാഗ്യം. ഈ ഉറുമ്പിനെ കൊല്ലാൻ ഒരു തത്വശാസ്ത്രം എറുമ്പിനെ, അതുപോലെ തന്നെ കൊതുകിനെ, ചിരന്തിയെ, പേപ്പട്ടിയെ എന്നുള്ളതാണ്. അപ്പോൾ പേപ്പട്ടി കൊല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിയെ കൊടുക്കും. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം ഈ ഒരു ബോധത്തെ നമുക്ക് എത്രമാത്രം ലഘൂകരിച്ച് കൊണ്ടുവരാം എന്നുള്ളൊരു ആത്മപരിശോധന കൂടി നടന്നു
നടത്താൻ വേണ്ടിയ സന്ദർഭത്തിൽ ഞാൻ ആനുഷംഗികമായി പറഞ്ഞേ, ആത്മീയതയ്ക്ക് പ്രവേശിക്കുമ്പോഴേയാണ് നിങ്ങൾ ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് പ്രവേശിക്കാതെ വരുമ്പോഴാണ് പാവപ്പെട്ട പട്ടിയെ കലട്ടെറിയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഈ ഒരു മനോഭാവം നമ്മളുണ്ടാകുന്നതൊക്കെ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ദൈവനിശ്ചിതം അതിനുവേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്ത് തരത്തിലുള്ള ഒരു മുൻകരുതലാണ് എടുക്കാൻ സാധിക്കുന്നത്? സമയം പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു. എന്ത് തരത്തിലുള്ള ഒരു മുൻകരുതലാണ് എടുക്കാൻ സാധിക്കുക എന്ന് അത് അദ്ദേഹത്തിന്റെ വളരെ വിശിഷ്ടമായ ആത്മോപദേശത്തെ ഒരു ശ്ലോകം എല്ലാം കൂടി ഞാൻ എഴുതുകയാണ്. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതരു വീണു വണങ്ങി ഓടിടേണം. ആത്മോപദേശം തുടങ്ങുന്ന ശ്ലോകം, ഒന്നാം ശ്ലോകം. അത് ഗുരു പറയുന്നു, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതരു വീണ് വണങ്ങി ഓടിടേണം. ഒരു ആത്മീയമായ ശിക്ഷണം പറയുക. അറിവിലുമേറി അറിയുക. ഇതിന് അറിവിലുമേറി അറിയുക. ഇവിടെയാണ് ശാസ്ത്രവും ദർശനവും കൈകോർത്ത് പിടിക്കുന്നത്. ശാസ്ത്രത്തിൽ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എനർജിയാണ് ആത്യന്തികമായുള്ളത്. എനർജി എന്ന് പറയുമ്പോൾ ഈ MC², അല്ലേ? ഐൻസ്റ്റീന്റെ സമവാക്യമാണ്. ഈ സീക്രട്ട് എനർജി എന്ന് പറയുന്നത് MC². എം എന്ന് പറയുന്നത് മാസ്. മാസിനെ പ്രകാശത്തിന്റെ വേഗതയുടെ വർഗ്ഗം ഗുണിക്കണം. ഇത് വലിയ സംഖ്യയാണ്. എന്നുവെച്ചാൽ ചെറിയൊരു മാസം നിന്ന് ഭയങ്കരമായ എനർജി ഉണ്ടാവും. ഇതൊക്കെ ആറ്റിപ്പോട്ടിലേക്ക് പറയാനാണ്. കാരണം MC² അതിന്റെ വേഗത അറിയാം. അത്രയും വേഗതയിൽ പോകുന്ന ലൈറ്റിനെ അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യണം, 2 ഗുണിക്കണം. അതിന് എത്ര മാസമുണ്ടോ അതൊന്നും ഗുണിക്കണം. അപ്പോൾ ആ മാസത്തിലുള്ളവരും ഭയങ്കര എനർജിയാണ്. ആത്യന്തികമായി കാണുന്ന സകല വസ്തുക്കളും എനർജിയാണ്. നമ്മളും ഒരു എനർജിയുടെ കൂമ്പാരമാണ്. ഈ ഞാനാവുന്ന എനർജിയെ പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ കേരളമൊക്കെ ചെയ്യും. കേരളമൊക്കെ നശിക്കാൻ പറ്റിയ എനർജി കിട്ടും. തെറ്റാണ്. ഞാൻ ഒറ്റ വിചാരിച്ചാൽ മതി എന്നെ ഡിഫ്യൂസ് ചെയ്യാൻ ശാസ്ത്രം എത്തിയിട്ടില്ല. ഞാൻ എത്തിയില്ല ശാസ്ത്രം. എത്തിയിരുന്നെങ്കിൽ എന്നെ പിടിച്ചാൽ അത് കൊടുത്താൽ ഞാൻ കൊടുത്തിട്ട് അത് ഈ യോഗം ഉപദേശിച്ചു. അപ്പൊ ആറ്റുപാമ്പും ആറ്റുള്ളിയമാവും പാമ്പൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് അങ്ങോട്ടെത്തണം. അപ്പോ അങ്ങനെ ആ സിദ്ധാന്തം പറയുന്നത് തന്നെയാണ് പറയുന്നത്, അറിവിലുമേറി അറിയുക. ഇപ്പൊ നമ്മളൊരു വസ്തുവിനെ കാണുന്നു, ആ വസ്തുവിനെ നമ്മൾ മാമ്പഴം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ചക്കപ്പഴം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്നു. പഞ്ചസാര വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഘടകങ്ങൾ വേർതിരിച്ച് വരുന്നു. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ തിരമാലകളെ കാണുന്നു. തിരമാല, ആ തിരമാലകൾക്ക് പേര് കൊടുക്കുന്നു. പക്ഷെ തിരമാലകൾ എന്ത് തന്നെയാണ്? തിരമാല ജലമാണ്. ആ തിരമാലകളുടെ നിറഞ്ഞിരിക്കുന്ന കുമിളകളും ജലമാണ്. അത് കാറ്റും ജലവും തമ്മിലുള്ള ഒരു കളിയാണ്. കാറ്റും ജലവും സമ്മർദ്ദവും തമ്മിലുള്ള ഒരു കളിയിലാണ് തിരമാല ഉണ്ടാവുക. നമ്മളതിനെ തിരമാല ചെയ്യുന്നത്. തിരമാലകൾ ഉണ്ടാകുന്നത് പോലെയാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പൊ ജലമാണ് തിരമാലയായിട്ട് വരുന്നത്. അത് തന്നെ ചൂടുവെള്ളമാകും, തണുത്ത വെള്ളമാകും, മഞ്ഞിക്കെട്ടയാകും, പല രൂപത്തിലേക്ക് മാറും. അത് മാമ്പഴത്തിനകത്ത് ജലം കാണും, ആകാശത്ത് മേഘത്തിൽ ജലം കാണും, നദിയിൽ ജലം കാണും, സമുദ്രത്തിൽ ജലം കാണും, സകലത്തും കാണും. എല്ലാം തന്നെയാണ് ജലം. ഒരു തുള്ളിയായിരിക്കുന്നതും ജലം, ഒരു സാഗരമായി പടരുന്നതും ജലം, മഴയായി പൊഴിയുന്നതും ജലം, സകലതും ജലം. ആ ജലത്തെ ജലമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മൾ ഒന്നാമത്തെ അറിവിലുമേറി അറിവ്. പിന്നെ ആ ജലത്തെ പിന്നെ എന്താണ്? ഒരു ഹൈഡ്രജൻ 2 ഓക്സിജൻ ചേർന്ന് H2O, 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അതാണ് ജലം. എന്നിട്ട് അതിനകത്ത് മോളിക്കൂളാണ്. ഈ മോളിക്കൂളിനെ വീണ്ടും പിടിക്കുമ്പോൾ ആറ്റം കിട്ടും. ഹൈഡ്രജൻ ആറ്റം വീണ്ടും ഓക്സിജൻ ആറ്റം കിട്ടും. ഇതിനെ വീണ്ടും നമുക്ക് വിഭജിക്കുമ്പോൾ ഇലക്ട്രോൺ കിട്ടും, ന്യൂക്ലിയസ് കിട്ടും. ആ ന്യൂക്ലിയസ് വിഭജിക്കുമ്പോൾ പ്രോട്ടോൺ കിട്ടും, ന്യൂട്രോൺ കിട്ടും. ആ ന്യൂട്രോൺ വീണ്ടും വിഭജിക്കാൻ പറ്റും. അങ്ങനെ വിഭജിച്ച് പോകുമ്പോൾ അത് എനർജിയായിട്ട് മാറും.
ഈ തരത്തിൽ അറിവിലും അറിയുന്ന സമയത്ത് നമുക്കൊരു കാര്യം അപ്പോഴാണ് ആത്മസാഹോദര്യം എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അപ്പൊ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിനും ഒത്തു പുറത്തും അവന്റെ ഉരുവുണ്ട് ശരീരത്തിലും, ആ ശരീരത്തിന് പുറത്തും ഉജ്ജ്വലിക്കുന്ന ഒരു കഴിവുണ്ട്, ഒരു സത്തയുണ്ട്. നിന്റെ എല്ലാം ഉള്ളിൽ ഒരു സത്തയുണ്ട്. ആ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെരു വീണു ഉണങ്ങി ഓടിടണം. കണ്ണുകൾ 5 അടക്കിയാണോ? ഇല്ലല്ലോ. അപ്പൊ കണ്ണെന്ന് പഞ്ചേന്ദ്രിയത്തിന് പകരമാണ് കണ്ണ് 5 പറഞ്ഞു. പഞ്ചേന്ദ്രിയത്തെ അടക്കി വെച്ചിട്ട് നമ്മൾ തെരുവരെ വീണ് ഉണങ്ങിയിടണം എന്ന് പറയും. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾ 5. പിന്നെ 3 കാര്യങ്ങളുടെ ഇവർ പറയുന്നുണ്ട്. അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു. 3. ഇപ്പൊ അറിയപ്പെടുന്ന വസ്തു എന്താണ്? അറിയുന്നവൻ എങ്ങനെ അറിയുന്നു? ഇവിടെ വെച്ചാണ് നമ്മൾ അറിവിലേക്ക് എത്തുന്നത്. അറിയുന്നവന്റെ ആദ്യത്തെ പ്രാഥമികമായ അറിവാണ് അറിവ്. ആ അറിവിനെ പിന്നെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥ അറിവിലേക്ക് വരണം. അതാണ് അറിവിലേറി അറിഞ്ഞിടണം. അപ്പൊ നേരത്തെ അറിവിലേറി അറിഞ്ഞിടുക എന്ന് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഓരോ വസ്തുവിനെയും അതിസൂക്ഷ്മമായിട്ട് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുവേണ്ടി ശ്രമം, സന്യാസം എന്ന ശ്രമം, ശാന്തത വേണം, ദമം, നമ്മൾ മനസ്സിനകത്ത് അടക്കണം, ഉപരതി, എല്ലാത്തിനോട് വിരക്തി വേണം, തിദിക്ഷ, നമുക്ക് ക്ഷമ വേണം, കാത്തിരിക്കാൻ, സമാധാനത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഈ 6 ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തി നിരന്തരമായ ധ്യാനത്തിലൂടെ ഈ ഓരോ ഓരോന്ന് എണ്ണി തൊട്ടെണ്ണി അവസാനം ദീർഘനിശ്ചലമാകുന്നത് വരെ നമ്മൾ എണ്ണുമ്പോഴുണ്ടാവുന്ന ഒരു ബോധമാണ് അറിവിലുമേറി അറിയുക എന്ന് പറയുന്ന അവസ്ഥ. ഈ അറിവിലുമേറി അറിയുന്ന ഒരു അവസ്ഥയിൽ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തെ അറിയാൻ സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മീയത മാത്രമല്ല ഗുരുവിനുള്ളത്. ഗുരു ആത്മീയ തത്വങ്ങൾ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഈ ആത്മീയ തത്വങ്ങളെ മാനവികതയുടെ തരത്തിലേക്ക്, ഞാൻ മാനവികതയെ പറയുകയുണ്ടായി, ഭാരതീയമായ മാനവികതയുടെ സവിശേഷത പറയുകയുണ്ടായി, സകല സകാചരങ്ങളെ ഒന്നായി കാണുകയും മാത്രം സഹോദര്യത്തിന്റെ തലത്തിലേക്ക് അവയെ കൊണ്ടുവരികയും ചെയ്യുന്ന മഹത്തായ ഒരു ദർശനമാണ്. അങ്ങനെയുള്ള ഈ മഹത്തായ ദർശനത്തിന് വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് സാമൂഹ്യ നീതിക്ക് വേണ്ടി ഇതേ ആത്മോപദേശത്തിൽ തന്നെ തത്വശാസ്ത്രങ്ങൾ കൊണ്ടുവരുന്നത് കാണുന്നത്. അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടുകൃപാലു ചെയ്തിടുന്നു. ക്രമണാധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രം. അവരനു വേണ്ടി അഹർനിശം രാത്രി പ്രയത്നം ക്രമണത വിട്ട് കൃപാലു അതുപോലുള്ള കഠിന അതെല്ലാം വിട്ടിട്ട് കൃപാലുമായ മനുഷ്യൻ അവരിനു വേണ്ടി അപരസ്നേഹം, അപരപരിഗണന എന്നുള്ളത് ഗുരുവിനെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ സാഹോദര്യം എന്ന വാക്കുകൾ തന്നെ അപരൻ. കവി ഒരു എഴുതിയിട്ടുണ്ട്, ഞാൻ വീണപ്പോൾ എന്നെ താങ്ങിയവനിൽ ഞാൻ ഈശ്വരനെ കണ്ടു എന്നൊരു കവി പാടിയതുപോലെ ഈ അപരനാണ് എൻ്റെ ഈശ്വരൻ. അവരനു വേണ്ടിയാണ് ഞാൻ എൻ്റെ കർമ്മങ്ങളിൽ അനുഷ്ഠിക്കേണ്ടത്. അവനാണ് ആര്? അവനാണ് കൃപാലു. കൃപാലുവാണെന്നാണ്. അതാണ് അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിരുന്നു. കൃപണനാണെങ്കിലോ കൃപണൻ അധോമുഖനാണ്. ഞാൻ പിടിഞ്ഞിരിക്കുന്നു. അധോമുഖനായി ഈ ദുഷ്ടൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം, ഒരിക്കലും വിജയിക്കാത്ത കർമ്മം അവന് വേണ്ടി മാത്രമായി, നമുക്ക് വേണ്ടി മാത്രമായി. അയൽപക്കത്തുള്ള ഒരാൾ കട്ടിൽ കഴിഞ്ഞ് ചത്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് തിരിഞ്ഞു ചത്തതിന് ശേഷം ഇതെപ്പോഴും നമ്മളവിടെ രോഗം പറയുന്നത്. അപ്പൊ ആ ഒരു മനോഭാവം പാടില്ല, അല്ലെങ്കിൽ അത് നമ്മൾ എവിടെ കൊണ്ടാണ് എത്തിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത്. അതിനുശേഷമാണ് വളരെ പ്രസിദ്ധമായ ശ്ലോകം അദ്ദേഹം എഴുതുന്നത്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനീലാദിമമായ ഒരു ആത്മരൂപം അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരണം. അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ ചിന്തിച്ചാൽ
ആദിമമായ ഒരു ആത്മരൂപം, അത് ആദിമമായ ഒന്നായിരുന്നു. ഗുരുവിന് ബിഗ് ബാങ് തിയറി അറിയുമെന്ന് കഴിയുന്നു. ബിഗ് ബാങ് തിയറി ഗുരു പഠിച്ചൊന്നും കഴിയില്ല. അവിടെ എത്തും. ശങ്കരഗുരു പറഞ്ഞ പോലെ വന്ദനം സനാതന ക്ഷണ വികസന സുന്ദര പ്രപഞ്ചാധിപന്ത മഹാപ്രഭാവമേ. വന്ദനം സനാതന ക്ഷണ വികസന സുന്ദര പ്രപഞ്ചാതി കന്തം കന്തമാപ്രഭാവം. ഇങ്ങനെ നിരന്തരമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, നമുക്കറിയാം ബിഗ് ബാങ് തിയറി പറഞ്ഞങ്ങനെയാണ്. ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ചുരുങ്ങുന്നു, ചുരുക്കിയെടുക്കുന്നൊരു ഫോഴ്സ് ഉണ്ട്. ഈ പ്രപഞ്ചത്തെ ചുരുക്കിയെടുക്കുന്നൊരു ഫോഴ്സ് ഉണ്ട്. അതിനെതിരായിട്ടൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് മാറ്റർ. ബ്ലാക്ക് മാറ്റർ അത് ഞാൻ വികസിപ്പിക്കാൻ ശ്രമിക്കും. രണ്ടും കൂടെ നമുക്ക് പ്രവർത്തിക്കാം. അങ്ങനെയാണ് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു കഴിവുണ്ട്. അവനവൻ നിന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനെ ആദ്യമായ ആത്മരൂപം, ആദ്യമായ ആത്മരൂപമാണ്. അത് നാമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനായിരിക്കുന്നവ അവരെ സുഖത്തിനായി വരികയാണ്. നമ്മൾ എന്ത് തന്നെ കാര്യം നിങ്ങൾക്ക് പോയോ നമ്മുടെ സജിമോഹൻ എല്ലാവരും വിളിച്ചുകൂടി ഒരു കാര്യം ചെയ്യും. അതൊരു അമ്മ അസുഖങ്ങളൊക്കെ കാര്യം ചെയ്യും. നമ്മുടെ സുഖത്തിന് പാവം വിജയം വിശ്വസിക്കുന്നവരെ കയ്യിൽ പോകും. വേറെ സുഖത്തിനല്ല. നമുക്കെല്ലാം അദ്ദേഹത്തൊക്കെ കൂടിയിരുന്ന് ഞാൻ കഴിക്കാൻ കാണാൻ അവസരം തന്നത് പുള്ളിയാണ്. പുള്ളിക്ക് സന്ദർഭങ്ങളെ പോലെ. അപ്പൊ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരണം. ഇത് നമുക്ക് എത്ര ചെയ്യാൻ സാധിക്കുന്ന ദിവസം നമ്മൾ ആലോചിക്കുക. ഞാൻ മറ്റൊരു സുഖത്തിന് വേണ്ടി എന്ത് ചെയ്യും? അവന്റെ പശുവിനായിട്ട് വിട്ടു, അവന്റെ റോഡിലേക്ക് ഞാൻ മലിനെ എറിഞ്ഞിട്ടു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പേര് വിളിച്ചു, അതിന് മാറ്റി ഇത് ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ഇതൊന്നും പറ്റിയിട്ട് ജീവിക്കാൻ അറിയാത്ത, അല്ലെങ്കിൽ മാനമര്യാദ കിടക്കുന്ന വെറുതെ ഇതിന്റെ അടിയിലപ്പുറത്ത് തെറിയുന്നത് അത് ഇപ്പോൾ കാണുന്ന ഒരു കാര്യമാണ്. നല്ലൊരു കാര്യം ചെയ്താൽ കഴിക്കുന്നതിന് നീ ഇതിൽ ഒന്നേ ആസ്വദിക്കുന്ന അവൻ്റെ അടിക്കുന്നത് പറ്റരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ മറ്റവരുടെ സുഖത്തിന് വേണ്ടിയാകാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ ഒരു ജീവിതത്തെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നത്, സമയം പോകുമ്പോൾ ദീർഘിപ്പിക്കുന്നു. അപ്പൊ അതേപോലെ പ്രകൃതി എന്ന് പറയുന്നത് ജലമാണെന്നും ശരീരം കുമ്പളകളാണ്, തീരം ആത്മാവാണ്, അഹമഹം തിരമാലകളാണ്, 60 രത്നങ്ങളാണ്, അനുഭവിക്കുന്ന ആനന്ദം അമൃതാണ്, സത്യജ്ഞാനം ആനന്ദമാണ് അമൃത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മറ്റുന്നതിന് ജീവന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ജീവൻ എന്ന് പറഞ്ഞാൽ ആകാശം, പെരുമ്പൊരുൾ, കാറ്റ്, എവിടെയും ലഭിച്ചു കിടക്കുന്നത്, അഗ്നി, അറിവ്, ഇന്ദ്രിയങ്ങൾ, ജലം, ഭൂമി, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി ഉള്ളത് ഇതെല്ലാം ചേർന്നിട്ടാണ്. പലതരമുണ്ട്. പെരുമ്പൊരുളുണ്ട്, അറിവുണ്ട്, ജലമുണ്ട്, വായുവുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന മണ്ണ്, ഭൂമിയുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ജീവൻ. ജീവനും വലിയ ഭാഗമാണ്. അതൊന്നുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായതെങ്ങനെയാണ്? ഇതെല്ലാം സവിശേഷമായ ഒരു കൂടിച്ചേരലാണ്. അമ്മമാരൊരു വസ്ത്രം ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഉഴുന്നിട്, അരിയിട്, പിന്നെ അവർക്ക് അറിയാവുന്ന നമുക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെ അത് മനോഹരമായ വസ്ത്രം. പക്ഷെ നമ്മളെടുത്ത് തന്നെ ആ ദോശയാണ്. കുറച്ച് വിവരമുള്ള ആളുകൾ തന്നെ അരിയും ഉഴുന്നും കൂടെ, കുറപ്പിടി വിവരമുള്ള ആളുകൾ പോകും. അവസാനം അതിൻ്റെ പേര് C² P² എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതെല്ലാം ചേർന്നാണ് അദ്ദേഹം പറയുന്നത്. നിദർശനമാല, നിരവധി പഞ്ചകം, ആത്മവിദ്യ പഞ്ചകം, ഇതിനൊക്കെ ഞാൻ ഉദാഹരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, സമയം വീണ്ടും പോകുന്നു, അതൊന്നും പറയുന്നില്ല. അപ്പൊ അതെല്ലാം കൂടെ ചേർന്നു. ഇപ്പൊ ഈ നിരവധി പഞ്ചകം എന്ന് പറഞ്ഞാല് ഇദ്ദേഹം രമണ മഹർഷിയെ കാണാത്ത, രമണ മഹർഷിക്ക് അറിയാം. രമണ മഹർഷി നമ്മൾ കണ്ടിട്ടുള്ളൊരു മഹാ അത്ഭുതമാണ്. ക്യാൻസർ രോഗം ബാധിച്ച് ശരീരം ഇങ്ങനെ വേദനിച്ച് ഇങ്ങനെ മുഴുവൻ ശരീരം ഒരു സ്ഥലത്ത് പൂവുണ്ടാവും. ശരീരത്തിൽ ചികിത്സയൊന്നുമില്ല. അങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ ഒരു കോടതിയിൽ ഒരു പാമ്പ് മുട്ടയിട്ടിട്ട് ആ പാമ്പ് മുട്ടയിട്ട് വിഷമിക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ വിളികൾ വന്നിരുന്നു, നിലവിളിക്കുന്നു, അത് പറയുന്നു. അതിൻ്റെ കൂട് നിങ്ങൾ ആരോഗ്യം കളഞ്ഞു, അവിടെ വന്ന ആരോഗ്യം കളഞ്ഞു പറയുന്നു, കൂടെ അവിടെ വിളിച്ചുള്ളൂ എന്നൊക്കെ പറയാൻ കഴിയും. പശുക്കളെ മനസ്സിലാക്കും. അത്
സൗബീനം മാത്രം ക്യാൻസർ അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന ശ്രീനാരായണ ഗുരു അദ്ദേഹം മിണ്ടുന്നേ രണ്ടുപേരുടെ മിണ്ടി എന്താ നമ്മൾ തമ്മിൽ മിണ്ടുന്നത് അത് ചോദിക്കും സുഖം തന്നെ നമുക്കറിയാം വലിയ അസുഖമില്ലാതിരിക്കുന്നതേ സുഖം തന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളെന്ത് ചെയ്യുന്നു നമുക്കറിയാം ഈ വിശേഷത്തിന്റെ അർത്ഥം ഒരു അർത്ഥവുമില്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ ഭൗതികമായ ജഗതിപ്പിനുള്ള അർത്ഥമില്ല നമ്മളെല്ലാം ഒന്നാണ് ജീവിക്കുന്നതുകൊണ്ട് ഇദ്ദേഹം മൗനത്തിരി രണ്ട് മഹാമൗനങ്ങൾ മഹാമേരു പോലെയുള്ള രണ്ട് മൗനങ്ങൾ ഇതിനെ നോക്കിയിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു ശിഷ്യന്മാർ പറഞ്ഞു ഒന്ന് കഴിക്കാറായി ഗുരുദേവൻ കഴിയാൻ കഴിയുന്നു കെട്ടിപ്പത്തിൽ പീഠം മാറ്റിയിട്ടിരുന്നു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വണനക്ഷ വന്നിരുന്നു അദ്ദേഹത്തിന് നോക്കി രണ്ടുപേരും നിന്ന് കഴിച്ചു കുറേ സമയത്ത് നാട്ടിലിരുന്നു അദ്ദേഹം 1000 പ്രസംഗം നടത്തിയിട്ടൊന്നും കിട്ടാത്ത അറിവായിരുന്നു എനിക്ക് കിട്ടുന്നതാണ് തന്റെ അന്തരാത്മാവിലേക്ക് പുതിയൊരു വെളിച്ചമായിരുന്നു വന്ന ആ മൗനത്തിന്റെ മഹാപ്രകാശം തന്നെ ആത്മാവിലേക്ക് തിരിഞ്ഞിറങ്ങുകയും അതിൽ നിന്ന് കാവ്യാത്മകമായ ഒരു ജീവിതത്തിന്റെ ഏറ്റവും സത്യസന്ധമായ ഒരു അനുഭൂതി എന്നെ ആശ്രയിച്ചു നിർത്തി എന്ന് ഗുരുദേവൻ എഴുതി. ആ അനുഭവം എഴുതുന്ന കൃതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിർവൃതികം ചേർന്ന് അതുപോലെ ബ്രഹ്മവിദ്യ വഞ്ചകം ബ്രഹ്മത്തെ കുറിച്ചുള്ള അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ മുന്നോട്ട് പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹിന്ദുമതം ഈ മതത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇവിടെ നിർത്താം അത് നിർത്താം. മതത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹിന്ദു മതം എന്ന് പറയുന്ന മതത്തിൽ വേണ്ടതായ ബ്രിട്ടീഷുകാരാണ്. അതിന്റെ ഹിന്ദു എന്ന മതം വന്നെങ്കിലും മതം എന്ന പേര് പേരിട്ടത് ബ്രിട്ടീഷുകാരാണ്. എന്താ സംഭവം അറിയാമോ? ഒരു കന്യാകുമാരി കണക്കെടുപ്പ് ജനസംഖ്യ കണക്കെടുപ്പ് കണ്ടെടുത്തപ്പോൾ അവർക്ക് കൃത്യമായിട്ട് കണക്കെടുക്കാൻ പറ്റിയ ആരെയൊക്കെയായിരുന്നു ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൃത്യമാണ്. കാരണം അവർ ക്രിസ്ത്യാനി മുസ്ലിങ്ങളാണ്. ഇവിടേക്ക് വന്നപ്പോൾ ബാക്കി കുറേ ആളുകളുണ്ട്. അവരെ ഏത് ഉൾപ്പെടുത്തും എന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടക്കാരുണ്ട്, കുറച്ച് ജൈനമതക്കാർ. അവരൊരു മതമായിട്ട് കണ്ട് അത്ര ആളില്ല. അത് കഴിഞ്ഞ് ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്, ശാക്തേയരുണ്ട്, താന്ത്രിക വിദ്യമായിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ വിഭാഗത്തിൽപ്പെട്ടാണ്. വ്യത്യസ്ത ജാതികളുണ്ട്, 100 ജാതികളുണ്ട്. ഇതിനെ എല്ലാത്തിനും ചേർത്ത് അവരുടെ പേരാണ് ഹിന്ദു. അപ്പൊ ഈ പ്രധാനപ്പെട്ട സിഖ് മതം മറ്റേ മതം അത് ആ മതങ്ങൾ ഞാൻ ചേർത്ത് വെച്ചിട്ട് ബാക്കി എല്ലാ മതസ്ഥരെയും വിളിച്ച് എല്ലാ വിഭാഗങ്ങളെയും വിളിച്ചത് അവർ ഹിന്ദു. അങ്ങനെയാണ് ഹിന്ദു മതം. പിന്നീട് അത് മതമായി അംഗീകരിക്കപ്പെട്ടു. അതിനകത്തുള്ള തൊടിയിൽ അങ്ങനെയുള്ള പ്രശ്നമായി വന്നു. അതിനെതിരെയുള്ള സമരങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ടായി. നവോത്ഥാനത്തിനകത്ത് പ്രവർത്തിക്കണമെന്ന് പറയുകയുണ്ടായി. അതിനുവേണ്ടി മഹാത്മാഗാന്ധി ആദ്യം അത്രയും ശക്തമല്ലായെങ്കിൽ പോലും അതിന് പിൽക്കാലത്ത് വേണ്ടി ശക്തം എന്ന പേര് കേട്ടു. പിന്നെ ഒരുപാട് നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം അതിലിടപെട്ടു. മറ്റു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മറ്റു പ്രസ്ഥാനങ്ങൾ എല്ലാത്തിനും ഇടപെട്ട് പ്രസ്ഥാനത്തിന്റെ ആ ഒരു ശക്തി കുറഞ്ഞു വരുന്നതിന് കൈകൾ കൂടി വരുന്നതറിയില്ല. പുറമേ ശക്തി കുറയുന്നുണ്ട്, അകമേ ശക്തി കൂടുന്നു. അതാണ് അവസ്ഥ. അങ്ങനെയാണ് ഹിന്ദു അപ്പൊ ഈ മതം എന്ന് പറയുന്നത് എന്താ ഇതിന്റെ സാങ്കേതികം. വൈഷ്ണവ മതം ഉണ്ടായത്, ശൈവമതം ഉണ്ടായത്, 2054 വരുന്നു കാലത്ത്. ഇതെല്ലാം മതത്തിന്റെ തരത്തിലേക്ക് വരികയുണ്ടായി. അതുപോലെ ഹർഷവർദ്ധനും അശോകനും ബുദ്ധമതക്കാർ ഇവരാണ് 5 വലിയ ചക്രവർത്തിമാർ. ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതക്കാരനാണ്, വിക്രമാദിത്യൻ ഹിന്ദുമതക്കാരനാണ്, അക്ബർ ഇസ്ലാം മതക്കാരൻ. ഇവർ 5 പേരാണ് നമ്മുടെ മഹാചക്രവർത്തിമാർ ഭാരതത്തിന്റെ. ഇവരെല്ലാവരും വ്യത്യസ്ത മതക്കാരാണ്. അപ്പോൾ വീണ്ടും ഭാരതീയമായ സങ്കല്പം എന്നതിനൊരു പ്രശ്നം അവിടേക്ക് വരികയുണ്ടായി. അപ്പൊ ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകുമ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് അതിന്റെ പുറത്തുള്ളവരുടെ ചേർന്നതാണ്, പഞ്ചമതം ചേർന്നതാണ് ആ കാലഘട്ടത്തിൽ. അവരെ ഹിന്ദുമതം സങ്കല്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്താണ് മതം. അതുപോലെ ഓരോ മതത്തിനും ഓരോ സന്ദേശം. ക്രിസ്തു മതത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? സ്നേഹം. ഇസ്ലാം മതത്തിന്റെ പ്രധാന സന്ദേശം എന്താണ്? സാഹോദര്യം. ഹിന്ദു മതത്തിന്റെ ഏറ്റവും സന്ദേശം എന്താണ്? ഏകത. എല്ലാം ഒന്നാണ്, ബ്രഹ്മം, ഏകത എന്നുള്ളത്. ബുദ്ധമതത്തിൻ്റെതാണ് അഹിംസ അല്ലെങ്കിൽ കരുണ. ഇതാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, സ്നേഹമില്ലാതെ സാഹോദര്യമുണ്ട്. രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഏകം എന്നുള്ളത് രണ്ട് ചേർന്നല്ലേ. സ്നേഹത്തിന്റെ മറ്റൊരു രൂപം
രൂപമാണല്ലോ കരുണ. ആ കരുണയുടെ റിസൾട്ടാണല്ലോ അഹിംസ. ഇതെല്ലാം ഒന്നാണല്ലോ. അപ്പൊ ഇതിനെ നമ്മൾ സ്നേഹിക്കണം. എന്ത് സ്നേഹിക്കണം? അരുൾ, അൻപ്, അനുകമ്പ ഇതുണ്ടാവും. എന്താ അരുളെന്ന് പറഞ്ഞാൽ? ഉള്ളിൽ നിറച്ചിരിക്കുന്ന സ്നേഹത്തിന് നമ്മൾ അരുളെന്ന് വിളിക്കും. ഉള്ളിൽ നിറച്ചിരിക്കുന്ന സ്നേഹമാണ് അരുൾ. അൻപോ പുറത്തേക്ക് നമ്മൾ പ്രസരിക്കുന്ന സ്നേഹം. മോനെ കാര്യങ്ങളൊക്കെ പഠിക്കും, അതൊക്കെ സ്നേഹം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനുകമ്പ എന്ന് പറഞ്ഞാൽ സഹാനുഭവത്തോട് കൂടിയിട്ടുള്ള സ്നേഹം. ഇതാണ് നമുക്ക് വേണ്ടത് എന്ന് സ്നേഹത്തെ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്ത് പറയുകയുണ്ടായി. അരുൾ, അൻപ്, അനുകമ്പ ഇതുണ്ടാകണം എന്ന് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം പല മത സഹായവും ഏകമാണ്, തർക്കിക്കാനുള്ളതല്ല, നമുക്ക് അറിയാനും അറിയിക്കാനുള്ളതാണ് തുടങ്ങിയ വാക്യങ്ങൾ ദൈവം മുന്നോട്ട് വെച്ചുകൊണ്ട് പോവുകയുണ്ടായി. ഇപ്പൊ യേശുവിനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത് ധ്യാനമാണ്. കാരണം ധ്യാനിക്കാതെ വിപ്ലവം പോയി കഴിഞ്ഞാൽ വിപ്ലവം പരാജയപ്പെടുന്നത് മാത്രമല്ല, അത് അതിക്രമമാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ വിപ്ലവങ്ങളെല്ലാം ധ്യാനം ഇല്ലാത്തത് കൊണ്ടാണ് അത് അടിപൊളിയായി മാറുന്നത്. നമ്മൾ വിപ്ലവത്തിൽ പോകുമ്പോൾ ധ്യാനമാണ്, ആലോചിക്കണം, ആവശ്യമുള്ളതാണോ, ഇത് ചെയ്യണോ, ബസ് തടയാൻ പോകണം, എൻ്റെ കാര്യമാണോ എന്നൊക്കെ ആലോചിച്ചുള്ള പോകണം. ഇപ്പൊ ധ്യാനമില്ലാതെ വിപ്ലവമില്ല. ഇപ്പൊ ധ്യാനമാണ് ഏറ്റവും വലിയ വിപ്ലവം. വിപ്ലവം എന്നത് ധ്യാനം മാത്രമാണ്. അപ്പൊ പ്രേമം പോലെ അല്ലെങ്കിൽ സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന ഒരു നദിയായി മാറും. അതിനെ തടയാൻ നമുക്ക് സാധ്യമല്ല. അതിന് മഹാസമുദ്രങ്ങൾ തന്നെ വേണം. നമ്മുടെ കുറ്റങ്ങളാണ് ഈ സ്നേഹസമ്പന്ന കുരിശായി മാറുന്നത്. ആ കുരിശ് നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് യേശു പറയും. ഇപ്പൊ കുരിശ് നമ്മളെ പിന്തുടരുന്നു. അത് അദ്ദേഹം വേദനയോടുകൂടി നിലവിളിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. കുരിശ് നമ്മളെ പിന്തുടരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ പറയുമ്പോഴാണ് സ്നേഹമുള്ളപ്പോൾ നമ്മൾ നിയമത്തിന് മുകളിലാണ്. നിയമമാണല്ലോ ഏറ്റവും വലുത്. പക്ഷെ നിയമത്തിന് നമുക്ക് ലംഘിക്കാൻ പറ്റും. എപ്പോഴാണ്? സ്നേഹമുള്ളപ്പോൾ നിയമത്തെയും നമുക്ക് ലംഘിക്കാൻ പറ്റും. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള കാര്യം. നമ്മുടെ നീതിപീഠങ്ങളുടെ മുന്നിൽ തന്നെ സ്നേഹത്തിന്റെ മുന്നിൽ നീതിപീഠങ്ങൾ രാജ്യപ്പെട്ടു പോകുന്നത് കാണാം. സ്നേഹമാണ് അഖിലമായിട്ടുള്ളത് എന്നുള്ളത്. യേശു യഹൂദമതത്തിലാണ് ജനിച്ചത്. പക്ഷെ ബുദ്ധൻ ഹിന്ദുവായി ജനിച്ചു. പക്ഷെ അവർ അതായിരുന്നില്ല. അതുകൊണ്ടാണ് ബുദ്ധമതം ഉണ്ടായത്, ക്രിസ്തുമതം ഉണ്ടായത്. ഓരോ സാധാരണക്കാരും ജീവിക്കുന്നത് ഭൂതകാലത്തിലാണ്. പക്ഷേ ഒരു പ്രതിഭ ഭൂമിയിൽ നിത്യ ജീവനായി ഭാവിയെ സൃഷ്ടിക്കും. നിത്യജീവൻ, ശാശ്വതി സമാഗമ, അനന്തത തുടങ്ങിയ വാക്കുകൾ. എന്താ നിത്യജീവൻ എന്ന രീതിയിൽ ഞാൻ അത് സംഗ്രഹിച്ചു വരും. നിത്യജീവൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത് യേശുവിന്റെ നിത്യജീവൻ. യേശുവിനോട് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് വഞ്ചിച്ച പേരെന്താണ്? യൂദാസ്. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അങ്ങേക്ക് ഒരുപാട് ജനങ്ങളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് അങ്ങ് റോമാക്കാർക്കെതിരായി വിപ്ലവം നടന്നു. അപ്പൊ അങ്ങ് എന്താവും? ചക്രവർത്തിയാവും, ഞാൻ മന്ത്രിയാവും എന്ന് യൂദാസ് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് യേശുവിന് ദേഷ്യമായി. ഇതാ ഞാൻ ഈ മൺകുട്ടികളുടെ ചക്രവർത്തിയാകാനാണോ പറയുന്നത്? എന്റെ പിതാവിലേക്ക് ഈ പ്രപഞ്ചം മുഴുവനും രാജ്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഞാൻ ആ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയാണ്. ഞാൻ നിത്യജീവനാണ്. ഞാൻ എന്നുമുള്ള ജീവനാണ്. താൽക്കാലിക ജീവനുകളാണ് ചക്രവർത്തികൾ. ഞാൻ നിത്യജീവൻ, ഞാൻ അനന്തതയാണ്, ഞാൻ നിത്യജീവനാണ് എന്ന് പറയുന്നത്. അതുപോലെ ശാശ്വതമായിട്ടുള്ളത് കാളിദാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശാശ്വതീ സമാഗമം മാ നിഷാദ പ്രതിഷ്ഠാതോ അഗ്ന ശാശ്വതീ സമാഗമ ക്രമചരിതനായകം പ്രതീകാമോഹിയ. ഇപ്പൊ നീ ഈ പക്ഷികളെ കൊന്നതുകൊണ്ട് നമുക്ക് ശാശ്വത ജീവിതം കിട്ടട്ടെ. ശാശ്വത ജീവിതം, അതാണ് അനന്തത. ഈ അനന്തത എന്ന് പറയുന്ന സ്നേഹം, സഹാനുകമ്പ, നേരത്തെ പറഞ്ഞ അനുകമ്പ, അതുപോലെയുള്ള എല്ലാ വികാരങ്ങളും ചേർന്നിരിക്കുന്ന ഒരു പ്രപഞ്ചം. വസന്തം വരുമ്പോൾ പൂക്കുന്നതും വർഷം വരുമ്പോൾ മഴ പൊഴിയുന്നതും വേനൽക്കാലത്ത് വെളിച്ചമായിട്ട് സൂര്യൻ ജ്വലിക്കുന്നതും
മഞ്ഞുകാലത്ത് മഞ്ഞുതുള്ളികൾ സൃഷ്ടിക്കപ്പെടുന്നതും ഇതെല്ലാം ചെയ്യുന്ന ഒരു മഹാശക്തി, അനന്തമായ ഈ പ്രപഞ്ച ശക്തി ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഈ സ്നേഹം അനന്തതയാണ്, നമുക്ക് അതീതമായിട്ടുള്ളതാണ്. ഈ അനന്തതയെ സ്വീകരിക്കുകയും അനന്തതയെ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മസാഹോദര്യത്തിലേക്കും നമ്മൾ നേരത്തെ അതിലും അപാരമായിട്ടുള്ള ജീവിതങ്ങളിലേക്കും നമ്മൾ വളർന്നു വരുന്നത് എന്നുള്ളത് കൊണ്ട് ആത്മീയത മറ്റൊന്നുമല്ല, ഈ അനന്തതയാണ്. ഈ അനന്തതയെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് യേശു അക്കാലത്തെ ഈ ഓഫീസിനെ പുരോഹിതനെതിരെ വർത്തമാനം പറഞ്ഞത്. അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ചത്. അദ്ദേഹം യഹൂദമതത്തിൻ്റെതായ ദുർചെയ്തികളെ അദ്ദേഹം ചോദ്യം ചെയ്തത്. ഒരു പാവപ്പെട്ട പെൺകുട്ടി ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് വേശ്യാവൃത്തിയിലേക്ക് പോയപ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ജനക്കൂട്ടങ്ങൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പാവം ചെയ്യാത്തവൻ അവളെ കല്ലെറിയുമെന്ന് പറഞ്ഞപ്പോൾ ആ കല്ലുകളെല്ലാം തലയിലേക്ക് വീഴുകയും പാവം എന്ന് ചെയ്തു പോകുന്നതാണ്. പാപം നമ്മളിലുള്ളതാണ്, ഹിംസ നമ്മളിലുള്ളതാണ്. ജീവന്റെ ഭാഗമാണ് ഹിംസ. ആ ഹിംസയെ കുറയ്ക്കുക, ആ ഹിംസയെ കുറച്ച് നിങ്ങൾ നിത്യജീവനാകുക, നിങ്ങൾ പരിമിതമായ ജീവിതത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് യേശു തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി. അദ്ദേഹം മലമുകളിൽ നിന്ന് പ്രസംഗം നടത്തുകയുണ്ടായി. ആ പ്രസംഗം ഇത്ര മനോഹരമാണ്, കാവ്യമാണ്, ഉജ്ജ്വലമാണ്. അനന്തതയെ കുറിച്ചുള്ളതാണ്. അനന്തത ആ പ്രസംഗങ്ങളുടെ ഭയവുമില്ല, അനന്തതയെ കുറിച്ചുള്ളതാണ്. അങ്ങനെയുള്ള ഈ അനന്തതയെ മഹാസ്നേഹം ഈ പ്രപഞ്ചത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നാം ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മളെ ഉദയം ചെയ്യുന്ന ഒരു ആത്മീയതയുണ്ട്. ആ ആത്മീയതയാണ് നമ്മെ ദയാലുവാക്കുന്നത്, സ്നേഹസമ്പന്നനാക്കുന്നത്, നിസ്വാർത്ഥനാക്കുന്നത്, അവരെ സ്നേഹിക്കുന്നവനാക്കുന്നത്, ആത്മസാഹോദര്യത്തിലേക്ക് പോകുന്നത്, ബ്രഹ്മസങ്കല്പത്തിലേക്ക് വരുന്നത്. നമ്മൾ ഏകമാണെന്ന് വരുന്നത്, സ്നേഹമാണ് മതമെന്ന് പറയുന്നത്, സാഹോദര്യം ഉണ്ടാകുന്നത്, കരുണയുണ്ടാകുന്നത്, അഹിംസ ഉണ്ടാകുന്നത്, സകല മതങ്ങളും ഒന്നാക്കിയിരുന്നത്, ആത്മീയതയുടെ സൃഷ്ടിക്കപ്പെടുന്നത്, ആത്മീയതയുടെ മഹാവിസ്തൃതമായ പ്രപഞ്ചത്തിൽ നമ്മൾ സ്നേഹത്തോടുകൂടി ആരെയും ഗ്രഹിക്കാതെ ആത്മസ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു ലോകമുണ്ടാകുന്നത്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രസിക്കാറുമ്പോൾ എൻ്റെ സീറ്റ് ഒഴിഞ്ഞു കിടന്നാൽ ഒരാൾ കണ്ടില്ലെങ്കിൽ എൻ്റെ സഹോദരൻ അവരേക്ക് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ കാലമേ കാലം ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ കാലിലൂടെ ഒരിക്കൽ പോകാതിരിക്കുന്നത് ഒക്കെ നമ്മളിലുള്ള ഈ വിശ്വസ്നേഹമാണ് എന്ന് മാത്രമാണ് സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് വളരുവാൻ ഗുരുവിനെയും അതുപോലെ യേശുവിനെയും അതുപോലെ തന്നെ വിവേകാനന്ദനെയും പരമഹംസരെയും അതുപോലെയുള്ള മഹാമാനങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഒരു ആകാശത്തോടുകൂടി ഇങ്ങനെ പറന്നു പോകുന്ന കണ്ടപ്പോൾ പരമഹംസരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണു പുള്ളികൾ അടർന്ന് വീഴുന്നത് ശിഷ്യൻ കാണിക്കട്ടെ ചോദിച്ചത് പറഞ്ഞെന്താണ്, എനിക്കറിയില്ല ഈ വിശ്വത്തിൻ്റെ വൈവിധ്യങ്ങൾ, ഇതിൻ്റെ സ്നേഹം, ഇതിൻ്റെ സൗന്ദര്യം, ഈ ആകാശത്തിൻ്റെ വിരിവ് ഇതിലൂടെ കടന്നു പോകുന്ന ലക്ഷ്യത്തിൻ്റെ കൂട്ടായ്മ എനിക്ക് സഹിക്കാൻ കഴിയില്ല. എൻ്റെ സ്നേഹം ഒഴുകുകയാണ് എന്നതിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് നമുക്ക് ധന്യരാകാം എന്ന് മാത്രം